ഹായ്, ഞാൻ റെഡിയായി. ഞാനിപ്പോൾ സ്കിൻ ഡോക്ടറിനെ കാണാൻ പോവുക. കുറച്ച് നാളായിട്ട് എൻ്റെ സ്കിന്നിൽ ഫേസിൽ കുറച്ച് ബ്രേക്ക്ഔട്ട്സും ഇതൊക്കെ വരുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചിട്ട് നോക്കാം. അവരൊരു ഫോം ഫില്ല് ചെയ്യാൻ തന്നു. അപ്പോൾ അത് ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടിരിക്കുക. ഒരു 5 minutes വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്കിൻ അനാലിസിസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കാണും. ഞാനങ്ങനെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. സോ ഈ ക്ലിനിക്ക് വന്നിട്ട് TVM ക്ലബിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ. എൻ്റെ ഫാമിലി ഫുൾ TVM ക്ലബിൻ്റെ അകത്തിരുന്ന് അവിടെ എന്തോ പരിപാടി നടക്കുക. അവരവിടെ അകത്തുണ്ട്, ഞാനിവിടെ ഒറ്റയ്ക്ക്. ഞാൻ ക്യാപ്പൊക്കെ വെച്ച് ഇവിടെ കിടക്കുക. ഇനി ഡോക്ടർ വന്നിട്ട് ഫേസിൽ പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ക്രീമൊക്കെ ഇടുമെന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ബ്രാൻഡ് ന്യൂ ഡേ ആൻഡ് ഞാനിപ്പോൾ ലോഗ് ഔട്ട് ചെയ്തേ ഉള്ളൂ. ഞാനൊരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ കൊതിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ വെച്ച് കേക്ക് ഓർഡർ ചെയ്യാമെന്ന്. പക്ഷേ ഐ തോട്ട് വൈ നോട്ട് ബേക്ക് എ കേക്ക് അറ്റ് ഹോം. കേക്കിന് വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വീട്ടിലുണ്ട്. സോ ഇതൊക്കെയാണ് കേക്കിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്. 2 ബനാന, ഡാർക്ക് ചോക്ലേറ്റ്, ഇത് യോഗേർട്ടാണ്, ബട്ടർ, പിന്നെ കോഫിയുടെ ഒരു ഷോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോഫി പൗഡർ, പിന്നെ ചോക്ലേറ്റ് പൗഡർ, 2 മുട്ട, മേദ, ഷുഗർ, പിന്നെ ബീറ്ററും കൂടെ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി ഞാൻ ഒരു എസ്പ്രസോ ഷോട്ട് ഉണ്ടാക്കട്ടെ. എല്ലാം സെറ്റാക്കി എയർ ഫ്രയറിൻ്റെ അകത്താണ് ചെയ്യുന്നത്. അപ്പോൾ എയർ ഫ്രയറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ മെഷർമെൻ്റ് ഒന്നും നോക്കിയിട്ടൊന്നല്ല വെച്ചത്. ഞാൻ വെറും ഐബോൾ ചെയ്ത് എനിക്ക് തോന്നുന്ന ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലൊക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇട്ടതാണ് ഓരോന്നും. സോ അപ്ഡേറ്റ് ഓൺ ദ കേക്ക്. ഞാനത് സൈഡ്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. പക്ഷെ അത് ഉള്ളിലോട്ട് കട്ട് ചെയ്യുമ്പോഴേക്കും അധികം ആയിട്ടില്ല. അപ്പോൾ അതൊന്നും കൂടെ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ഐ ക്യാൻ സീ അകത്തുനിന്ന് ബട്ടറും ഇതൊക്കെ സിസിൽ ചെയ്തിങ്ങനെ മേളിലോട്ട് വരുന്നത്. നല്ലൊരു കുക്കായാൽ മതിയായിരുന്നു. ബിക്കോസ് എനിക്കത് സെക്കൻഡ് റൗണ്ട് ബാച്ചും കൂടെ വെക്കണം. ഈ സീരീസാണ് ഞാൻ കാണുന്നത്, ചെസ്റ്റ്നട്ട് മാൻ. ഫുൾ പ്രോപ്പർ ക്രൈംസ് ഒക്കെ ഉള്ള നല്ല സീരീസാണെന്ന് ഞാൻ കേൾക്കുന്നു. ആൻഡ് റീസെൻ്റ്ലി സീസൺ 2 കൂടെ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ I'll just start with season 1 and then see how it goes. കേക്ക് അങ്ങനെ ഞാൻ പുറത്തെടുത്തു. പക്ഷെ എനിക്ക് വേണ്ട അത്ര ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു മറ്റേ വാട്ടറിൻ്റെ ഫുൾ കണ്ടൻസ് ഭയങ്കര കൂടിയോണ്ടായിരിക്കണം. ദിസ് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ്. കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് മോയിസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അവന്ന് പുറത്തെടുത്തു. തണുക്കാനൊക്കെ ഞാൻ കുറേ നേരം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി കട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും അറിയാം. ഐ എം റിയലി ഹാപ്പി വിത്ത് ദ ടെക്സ്ചർ ഓഫ് ദിസ് കേക്ക്. നല്ലൊരു സ്പഞ്ച് കേക്കിൻ്റെ ഒരു ഫീല്. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ കേക്ക് പാളിപ്പോയി. അതിനോ ബനാനയൊക്കെ ചേർത്തപ്പോൾ വീട്ടിലുള്ള ആരും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഐ ഹോപ്പ് എവ്രി വൺ ലൈക്സ് ഇറ്റ്. ആൻഡ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ. കേക്കിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഐസ്ക്രീം എടുക്കാം. കാരണം ഇത് ഫുൾ ഓറിയോ കേക്കല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീം എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കാം. സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കും കുറച്ച് ഐസ്ക്രീമും കൂടെ. ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ പറയുമല്ലോ, പക്ഷെ ശരിക്കും നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് ഭയങ്കര സ്മൂത്താണ്. ഞാൻ പെർഫെക്റ്റ് കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെ ഉള്ളത്. ആൻഡ് ഐസ്ക്രീമും കൂടെ ടോപ്പ് ചെയ്ത് കഴിക്കുമ്പോഴേക്കും ഇറ്റ്സ് പെർഫെക്റ്റ് മാച്ച്. ഹലോ, ഇറ്റ്സ് എ വെരി സണ്ണി ഡേ. അപ്പോൾ ഇന്ന് ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല. അതുകൊണ്ട് നല്ലൊരു ദിവസം, നല്ലൊരു വീക്കെൻഡ്, നല്ലൊരു സൺഡേ. ഞാൻ നല്ല ഹാപ്പിയാണ്. അതുകൊണ്ട് ഇന്ന് ഡിന്നറിന് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ എന്നെ പിക്കാൻ വരും. ഇതാണ് നേഹ. ഞാനിവിടെ വളരെ മനോഹരമായി ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി. ശരിയാ, ഞങ്ങൾ എന്താ പറയുക 7 മിനിറ്റിൽ എത്തേണ്ടത് ഞങ്ങൾ എന്താ പറയുക 15 മിനിറ്റ് എത്തി. പക്ഷെ ക്യൂട്ടുണ്ട്.
ക്യൂട്ടായിരുന്നു കേട്ടോ. യാ, അപ്പോൾ ഞങ്ങൾ വാട്ട് എ പ്ലേസ്. ന്യൂലി ഓപ്പൺഡ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വന്നത് എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. വാവ്, എനിക്ക് പ്ലേസ് ഇഷ്ടമായി. ഇത് യൂറോപ്യൻ സ്റ്റൈൽ ഒരു കാഫേ / റെസ്റ്റോറൻറ്റ് ഐ തിങ്ക് സോ. ഞങ്ങളങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി ഇപ്പോൾ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. സോ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ചവരെ തുറന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ ഈവനിങ് ക്ലോസ് ചെയ്യും. ആൻഡ് ദെൻ 6 അവർ റീഓപ്പൺ ചെയ്ത്. മണിയായിട്ടുണ്ട്. ഞാൻ ഇവിടെ ജോലിയും ചെയ്യുക. പിന്നെ അമ്മ ഇപ്പോൾ ജ്യൂസ് കൊണ്ടുവന്നു. സോ ഈ ഇടയ്ക്കായിട്ട് ഞാൻ ABC ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഹലോ, ഇതാരാ വെയിറ്റ് ചെയ്തേ? ഇന്നും ഞങ്ങളിതേ പുറത്തിറങ്ങുവാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് വി ആർ ഗോയിങ് ടു എവിടെയാ? ഹനാമി, ശംഖുമുഖം. അവിടെ ചെല്ലും. ശംഖുമുഖമല്ല, കോവളത്ത. ശംഖുമുഖം എഴുതിയിരിക്കുന്നത് ആണോ? ഹായ്, ഇന്നും വീണ്ടും ഞാൻ നേഹയുടെ കാറിൽ കയറിയേക്കുവാണ്. ആൻഡ് ഇന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തു പോവാ. അപ്പോൾ വർക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാരും കൂടെ ഡിന്നറിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുക. ഇൻസ്റ്റയിൽ ആക്റ്റീവ് അല്ലെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. അതും പോസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇത് കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. തായ്ലൻഡ് പോയപ്പോ അധികം പോസ്റ്റ് ഒന്നും ഞാൻ കണ്ടില്ല. 2 പോസ്റ്റ് അതൊക്കെ ധാരാളമല്ല. അതിൽ തന്നെ 20 പിക്ചേഴ്സ് ഉണ്ട് അതില്. എനിക്ക് പക്ഷെ അങ്ങനെ ഒതുക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒതുക്കണം. Hi guys, once again welcome back. Neha is a driver. Hi Neha. Hi Matthew. Neha is a driver. Hi. Driver നൊക്കെ. ഉണ്ട് അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ശരി, നിത്യ നീ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. കയ്യിന്ന് പോയടാ എല്ലാം. എനിക്ക് അറിയില്ല. എനിക്ക് എന്റെ മൊത്തത്തിൽ എന്താ തകരാറാ എനിക്ക്. എന്ത് ശരിയെടുത്തത് ഓരോ വീഡിയോസ്. എടുത്തു. നിത്യേനെ ഫോട്ടോ എടുക്കാറില്ല. നിത്യ തന്നെ വൈബ്. നിത്യ വരെ താല്പര്യം. Hi guys. Hi. മഴ പെയ്യുക. അതെ, റെയിൻകോട്ട് ഉണ്ടോടാ?
ഞങ്ങള് ഡിന്നർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി തോന്നി. അപ്പൊ ഞങ്ങൾ ബ്രെഡ് ഫാക്ടറിയിൽ വന്നു. എന്താ വേണ്ട? എനിക്ക് നമ്മൾ കാർ ഡേറ്റ് വേണ്ടിട്ട് നമ്മൾ കുക്കീസും ഇതൊക്കെ വാങ്ങിച്ചത്. കാർ ഡേറ്റ് എങ്ങനെയുണ്ട് കുക്കീസ്? ഡ്രൈ ആണോ? Yeah, that was my choice. ചിലര് വീട്ടിൽ തന്നെ കഴിക്കുന്നോളെന്നൊക്കെ പറഞ്ഞായിരുന്നു. That was my choice, honey. Hazelnut pastry. Have it. Okay. ഞാനും എൻ്റെ അനിയനും കൂടെ ഇപ്പോൾ പുറത്തിറങ്ങി. ഞങ്ങള് ഡിന്നർ വാങ്ങാൻ വേണ്ടി പുറത്ത് വന്നേക്കുക. അപ്പോൾ അങ്ങനെ 4 പേർക്കും 4 തരം ഫുഡാണ് വേണ്ടത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് കുറച്ചധികം ഫുഡൊക്കെ മേടിച്ച് ഡിന്നർ അങ്ങനെ ഒരു ഖുഷാലാക്കാം. നമ്മളെവിടെ ഷവർമ അടിക്കാൻ പോണേ? വീഡിയോ എടുക്കുന്നുണ്ട്, അതൊന്നും മിണ്ടുന്നില്ല. ഞങ്ങളിത് കാണിച്ചു തരാം. ഞങ്ങളിത് കെസ്റ്റൺ റോഡിൽ വന്നേക്കുക. ഇവ മനഃപൂർവ്വം ചെയ്യുവാണ്. സോ അവന് പാനിപ്പൂരി ഷവർമ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ കടയിൽ വെയിറ്റ് ചെയ്തിരിക്കുക. ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാൻ റെസ്റ്റോറൻറ്റ്. ഗൈസ്, അങ്ങനെ പാനിപ്പൂരി ഷവർമ ഫ്രം ടർക്കിഷ് ഡിലൈറ്റ് വാങ്ങി. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് വാങ്ങാൻ വേണ്ടി ഇവിടെ കടയിൽ വന്നേക്കാം. എനിക്ക് കടയുടെ പേര് കിട്ടുന്നില്ല കേട്ടോ, അത് പുതുതായിട്ട് തുടങ്ങിയത്. പക്ഷെ ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് സൂപ്പർ ലോഡഡ് ഫ്രൈസ്. ഞാൻ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ സ്റ്റൈൽ പ്ലസിന്റെ ഓപ്പോസിറ്റാണ്. ഇതാണ് പാനിപ്പൂരി ഷവർമ. അങ്ങനെ ഞങ്ങള് ഷവർമ മേടിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സ്ട്രീറ്റ് ബീസ്ട്രോ എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ വന്നിക്കുക. കുറച്ചധികം നേരമായി അവൻ വാങ്ങാൻ പോയിട്ട്, ഇത്രയും നേരമായിട്ട് കിട്ടിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മാത്തു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഞങ്ങളിത് സ്പെൻസർ ജംഗ്ഷന്റെ ഓപ്പോസിറ്റ് ഉള്ള തട്ടടയിൽ പൊറോട്ടയും കറികളൊക്കെ മേടിക്കാൻ അവിടെ വെയിറ്റ് ചെയ്ത് നടക്കുക. കാറിൻ്റെ അകത്ത് ഫുൾ ഷവർമയുടെയും ആ ലോഡഡ് ഫ്രൈസിൻ്റെ ഒക്കെ നല്ല മണം കേട്ടോ. എനിക്കാണെങ്കിൽ മണം അടിച്ചിട്ട് നല്ല വിശക്കുക. വിശന്നിട്ട് വയ്യ. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് നേരെ കഴിക്കുക. ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ.